കുടുംബശ്രീ ദേശീയ സരസ് മേളയ്ക്ക് ചെങ്ങന്നൂരിൽ ആവേശത്തുടക്കം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മേള ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 11ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീ പെൺകരുത്തിന്റെ മഹാപ്രസ്ഥാനമാണെന്നും സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ സാക്ഷാത്കരിച്ചത് കുടുംബശ്രീയാണെന്നും മന്ത്രി പറഞ്ഞു. സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മുഖ്യ സന്ദേശം നൽകി. കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം മോഹൻലാലിന് മന്ത്രി സജി ചെറിയാൻ സമർപ്പിച്ചു. എച്ച് സലാം MLA, MS അരുൺകുമാർ MLA, PP ചിത്രഞ്ജൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമീണ വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പരമ്പരാഗത ഗ്രാമീണ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുന്നതിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെയുള്ള സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദേശീയ സരസ് മേള ഒരുക്കിയത്. ജനുവരി 31 മേള അവസാനിക്കും. ചലച്ചിത്ര താരങ്ങൾ, പിന്നണി ഗായകർ തുടങ്ങിയവർ നയിക്കുന്ന വിവിധ കലാപരിപാടികൾ, മെഗാ ഷോകൾ, സെമിനാറുകൾ, ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ സാംസ്കാരിക പരിപാടികൾ, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, റോബോട്ടിക് ഷോ, പുസ്തകമേള തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടക്കും. 2.5 ലക്ഷം ചതുരശ്ര അടിയിൽ ഒരുക്കിയ പവലിയനിൽ കുടുംബശ്രീ ഉൾപ്പെടെ 23 സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ സംരംഭകരുടെ 250 സ്റ്റാളുകൾ, സംഘടക സമിതിയുടെ നേതൃത്വത്തിലുള്ള 100 സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 35 ഭക്ഷണശാലകളും മേളയ്ക്ക് രുചി പകരുന്നു. മേളയിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ്. മന്ത്രി പറഞ്ഞതുപോലെ വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത്. കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം. ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിവിക് സെൻസ്, നമ്മൾ ബോധമുണ്ടാകണം. ഇന്ന് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരിലും എത്തട്ടെ, അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ്. അത് നമുക്കറിയാവുന്നതാണ്. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതലത്തിൽ ശ്രദ്ധേയപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ. കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗൃഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് കേരള കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റി എഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ്, പ്രോത്സാഹനം അർഹിക്കുന്നതാണ്. ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയമേളയാവട്ടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശന ഉത്സവമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ, കരകൗശല നിർമ്മാണങ്ങൾ, ഗ്രാമീണ ഉത്പാദന രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്യാനും വിപുലീകരിക്കാനുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനും ഒക്കെ അവസരമൊരുക്കുന്ന സരസ് മേള അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അണിനിരത്തി നമ്മുടെ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രോത്സാഹനമാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതാണ്.